നമസ്കാരം, ഞാൻ അഭിജിത്ത് പോലോളപ്പിൽ. നമുക്കിത് നമ്മുടെ കുരുമുളക് തോട്ടത്തിന് നല്ലൊരു പണി കിട്ടിയിരിക്കുക കേട്ടോ. അപ്പോൾ എത്ര രൂപ നഷ്ടം വരുന്നത് നമുക്കറിയില്ല. അപ്പോൾ അതിൻ്റെ കാര്യങ്ങളാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ. അപ്പോൾ KSEBക്കാരോട് വരാൻ പറഞ്ഞിട്ടുണ്ട്. വേറെ ഒന്നുമല്ല, ഒരു വലിയൊരു കവുങ്ങ് ഇത് ലൈൻ കമ്പിയുടെ മേളിലേക്ക് വീണ് കിടക്കുകയാണ്. ലൈൻ കമ്പി ഉള്ളതുകൊണ്ടാണ് ഇപ്പോൾ ഇത്രയും നേരമായിട്ട് നമ്മുടെ കാലുമിലേക്ക് വീഴാണ്ടിരുന്നത്. KSEBക്കാരോട് വരാൻ പറഞ്ഞിട്ടുണ്ട്. നമ്മളപ്പോൾ KSEB വരണതിന് വേണ്ടി വെയിറ്റിംഗ് ആട്ടോ. അപ്പോൾ ഇത് KSEBക്കാർ നമ്മുടെ അവിടെ എത്തിയിട്ടുണ്ട്. കവുങ്ങ് മുറിച്ച് കളയാനായിട്ട് ടൂൾസൊക്കെ കൊണ്ട് എത്തിയിട്ടുണ്ട്. വളരെ വിദഗ്ധമായിട്ട് തന്നെ അവർ ചെയ്തുകൊണ്ടിരിക്കണം കേട്ടോ. വളരെ സേഫായിട്ട് നമ്മുടെ കുരുമുളക് കാലുമിലേക്കൊന്നും വീഴ്ത്താണ്ട് തള്ളി നീക്കി സൈഡിലേക്ക് ഇട്ടിട്ട് വെട്ടിമുറിക്കാനുള്ള പരിപാടിയാണ് കേട്ടോ ആള്. കണ്ട, കൃത്യമായിട്ട് ആ സൈഡിലേക്ക് നീക്കിയ ആള് വളരെ പ്രൊഫഷണലായിട്ടാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. പിടിക്കണേ ചേട്ടാ അവിടെ. പഠിച്ചോ. അല്ല, ഇത് താഴത്തേക്ക് പോരില്ലല്ലോ. അപ്പോൾ ഇങ്ങോട്ട് പോരില്ലല്ലോ. തള്ളിയാലും ഇങ്ങനെ നിൽക്കല്ലേ ഉള്ളൂ, പുറത്തേക്ക് പോരില്ലല്ലോ. ആ ഭാഗം അല്ലെങ്കിൽ കട്ട് ചെയ്ത് കളയേണ്ടി വരും. അങ്ങോട്ട് എത്തും തൊട്ടി മേളിലേക്ക് ബെൻഡിൻ്റെ അങ്ങോട്ട്. അങ്ങനെയാണെങ്കിൽ അവിടെ കട്ട് ചെയ്താൽ അത് താഴ്ത്തി അപ്പുറത്തേക്കും വീഴും, ഇത് ഇപ്പുറത്തേക്കും വീഴും. അതൊരു ഐഡിയ. അപ്പോൾ നമ്മളതിൻ്റെ സെൻറ്റർ കട്ട് ചെയ്തിട്ട് അങ്ങോട്ട് ഇങ്ങോട്ട് ഇടാനുള്ള പരിപാടി കേട്ടോ. അപ്പോൾ പിന്നെ ഇനിയിപ്പോൾ കുരുമുളകിന് വലിയ ദോഷം ഉണ്ടാവില്ല എന്ന് വിചാരിക്കണം. യെസ്, ആർക്കും ഒന്നും സംഭവിച്ചില്ല. ഇനി അങ്ങോട്ട് തള്ളിക്കുക കേട്ടോ മെല്ലെ. പോയി അങ്ങനെ പരിപാടി സേഫായി. നല്ല അടിപൊളി ടൂളൊക്കെയാണ്. നല്ല നീട്ടാനും നീളം കുറയ്ക്കാനും കൂട്ടാനൊക്കെ പറ്റുന്ന വാളം കൊണ്ടാട്ടോ ചേട്ടന്മാർ വന്നിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ നമ്മുടെ പണി വളരെ സിമ്പിളായിട്ട് ചെയ്തു. ഞാൻ ആദ്യം വിചാരിച്ച് കയറൊക്കെ കെട്ടി ഇതിനെ വലിച്ച് പറിച്ച് പുറത്തേക്ക് എടുക്കേണ്ടി വരുമെന്ന് വിചാരിച്ചു. ചേട്ടൻ്റെ പേര് എന്ത് ചേട്ടാ? കബീർ. ചേട്ടൻ്റെ പേര് കബീർ എന്നാണ്. ആള് നല്ല സൂപ്പറായിട്ട് പഠിച്ചിട്ടുണ്ട്. കൂടെ റാഫി ചേട്ടൻ എന്ന് പറഞ്ഞ ചേട്ടനുണ്ട്. അവർ രണ്ടുപേരും കൂടിയാണ് വന്നത്. ഇപ്പോൾ ഇത് ഒരാൾക്കുള്ള പണിയായതുകൊണ്ട് ആളൊറ്റയ്ക്ക് ചെയ്ത് സംഭവം സേഫാക്കി എല്ലാം പൊളിച്ചടുക്കി തന്നിട്ടുണ്ട് കയ്യിൽ. ചേട്ടാ ഒരുപാട് നന്ദിയുണ്ട് കേട്ടോ. കാലൊന്നും നശിപ്പിക്കാണ്ട് ക്ലിയറായിട്ട് നമ്മുടെ കാര്യങ്ങൾ ചെയ്തു തന്നതിന്. അപ്പോൾ പരിപാടിയൊക്കെ കഴിഞ്ഞ് കവുങ്ങൊക്കെ വെട്ടിയിട്ടു. അവരിത് അപ്പോൾ സേഫായിട്ട് തിരിച്ചു പോകാണ് കേട്ടോ. അപ്പോൾ അങ്ങനെ KSEB നമ്മുടെ സുഹൃത്തുക്കൾ തന്നെയാണ് രണ്ട് ചേട്ടന്മാർ, കബീർ റാഫി എന്നും പറഞ്ഞ ചേട്ടന്മാരാണ് വന്നത്. അവർ വന്ന് നല്ല സേഫായിട്ട് നമ്മുടെ തോട്ടത്തിന് ഒരു കേടും സംഭവിക്കാതെ എല്ലാം സേഫായിട്ട് വളരെ പ്രൊഫഷണലായിട്ട് തന്നെ അവർ വർക്ക് ചെയ്ത് തന്നിട്ട് പോയിട്ടുണ്ട്. ഇനി നമുക്കിവിടെ ചെറിയൊരു പണിയുണ്ട്. കാരണം ഇത് കണ്ട, ഇത് ഊതുമരാണ്. ഊതാണ് നമ്മൾ നട്ടിക്കണം. അപ്പോൾ ആളുടെ ചുറ്റും കൂടി നിൽക്കുകയാണ്. അവർ കാര്യം അവരുടെ വർക്ക് കൃത്യമായിട്ട് ചെയ്തിട്ട് പോയി. ഇനി നമ്മുടെ ചെറിയൊരു വർക്കുണ്ട്. എന്തൊക്കെയാണെന്ന് വെച്ചാൽ ഇത് വെട്ടി മാറ്റിയിട്ടില്ലെങ്കിൽ നമുക്ക് ആ ഊതുമരത്തിന് ദോഷം വരും. മുറിയണമൊന്നുമില്ല കേട്ടോ. എന്താ വെച്ചാൽ ഉണങ്ങിയതാണേ, അതാണ് പ്രശ്നം. നമുക്കൊരു കാര്യം ചെയ്യും, ഇവിടെ നാര് വെട്ടി കന്നിട്ട് മാറ്റിയിടാൻ ഓക്കെ, വലിയ കുഴപ്പമില്ല, രക്ഷപ്പെട്ടു. ഊതുമരത്തിന് നൈസായിട്ട് ചെറിയൊരു കേടുപാട് സംഭവിച്ചിട്ടുണ്ട്. അതിൻ്റെ തൊലിയൊക്കെ പോയിട്ടുണ്ട്. അത് വലിയ കുഴപ്പമുണ്ടാവില്ല എന്നാണ് തോന്നണേ. ഓക്കെ, അപ്പോൾ ഇതൊക്കെ സേഫായിട്ടുണ്ട്. ഇനി ഇതിൽ വേറൊരു കാര്യം പറയാനുള്ളത് എന്താ വെച്ചാൽ ഇങ്ങോട്ട് ഈ വീണ കവുങ്ങുണ്ടല്ലോ, ഈ വീണ കവുങ്ങുമ്പോൾ നിറയെ കുരുമുളക് ഉണ്ടാവുന്ന ഒരു കവുങ്ങാട്ടോ. അതായത് എനിക്ക് തോന്നുന്നത് പന്നിയൂരാണെന്ന് കൊണ്ട് തന്നെ നല്ല കൊടിയൊക്കെ കയറി എല്ലാത്തിലും തലയ്ക്ക് എല്ലാം തിരിയിട്ട് തുടങ്ങിയൊരു കുരുമുളക് ആട്ടാ വീണയ്ക്കണത്. അതും ഒരു തീരാ നഷ്ടം തന്നെയാണ്. നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. പിന്നെ പ്രകൃതി ദുരന്തങ്ങളെന്ന് പറയുന്നത് നമ്മളെപ്പോഴും പ്രതീക്ഷിച്ച് തന്നെ ഇരിക്കണം. കാരണം അത് എപ്പോഴാണ് എന്താണ് സംഭവിക്കുക എന്നൊന്നും നമുക്ക് പറയാൻ പറ്റില്ല. അപ്പോൾ ഇപ്പോൾ ദൈവാനുഗ്രഹം കൊണ്ട് എന്തോ നമുക്ക് ഇപ്പോൾ പുതിയതായിട്ട് ചെയ്ത തോട്ടത്തിന് വലിയ നാശമൊന്നും സംഭവിച്ചിട്ടില്ല. ഇത് നമ്മുടെ അപ്പുറത്തെ പറമ്പിൽ നിന്ന് വീണതാണ് കേട്ടോ, നമ്മുടെ അല്ല ഇത്. പക്ഷേ എന്നാലും അവർക്കും ഇതൊരു നഷ്ടം തന്നെയാണ്. അപ്പോൾ നമുക്കിതൊന്നും ചെയ്യാൻ പറ്റില്ല. തൽക്കാലം നമ്മളിത് തള്ളി മാറ്റി സൈഡിലേക്ക് ഇടാണ്. എന്താ കാരണം വെച്ചാൽ നമ്മുടെ ഈ ഊതുമരത്തിന് വേറെ ദോഷം വരാൻ പാടില്ലല്ലോ, അതുകൊണ്ടാണ്. അപ്പോൾ സാധനം സൈഡിലേക്ക് ഇട്ടിട്ടുണ്ട്. കണ്ട, കൊടിയൊക്കെ കണ്ട, നല്ല വലിയ കൊടിയാണ്. അപ്പോൾ അതൊക്കെ ഓക്കെ ആയിട്ടുണ്ട്. എല്ലാം സേഫായി, എല്ലാം നല്ല രീതിയിൽ അവസാനിച്ചു. അപ്പോൾ നമ്മുടെ ഇനി അടുത്ത വീഡിയോസ് കാണുന്നവരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം.